സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് മൂവ് ചെയ്യുന്നു. മകളെ ക്വസ്റ്റ്യൻ വായിക്കടാ. For an experimental expression, y is equal to 32.3 into 1125 divided by 27.4, where all the digits are significant, then to report the value of y, we should write. ഫൈനൽ ആൻസർ എങ്ങനെ എഴുതുമെന്നാണ് ചോദ്യം. സോ ചാപ്റ്റർ വരുന്ന സമയത്ത് നമുക്കറിയാം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്നുള്ള ടോപ്പിക് കിടക്കുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ് ഇതിലെ ടോപ്പിക്കിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്ന ചാപ്റ്റർ ഏതാ മക്കളെ? യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. സോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നിന്ന് ചോദ്യം വന്നിരിക്കുന്നു. സോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾസിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്ത്? മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ആവുന്ന സമയത്ത് ഫൈനൽ ആൻസർ ഷുഡ് റീറ്റെയിൻ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിരിക്കണം. സോ ഈ ഒരു എഴുതിയിരിക്കുന്ന മൾട്ടിപ്ലിക്കേഷനിൽ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആർക്കാണുള്ളത് അതായിരിക്കണം ഫൈനൽ ആൻസറിൽ വരേണ്ടത്. സോ നമുക്ക് എണ്ണാം. നോക്ക്, ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. സോ ഫൈനൽ ആൻസർ ഷുഡ് റീറ്റെയിൻ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 5 ഉണ്ട്. ഇവിടെയോ 6 ഉണ്ട്. ഇവിടെയോ അതിനെക്കാട്ടും കൂടുതലുണ്ട്. സോ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്നതെന്ന് പറയുന്ന സമയത്ത് 1, 3, 3 ഇത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്നുണ്ട്. ഈ അവസാനത്തെ 0 നമ്മൾ ആഡ് ഓൺ ചെയ്യോ? ഇല്ല, അവസാനിക്കുന്ന 0 സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ നമുക്കിതിൽ പെർഫെക്റ്റ് ആയിട്ട് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആയിരിക്കും. സോ ദ ആൻസർ ഈസ് 1330.